വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കെ സച്ചിദാനന്ദന്റെ കാലാവധി നീട്ടി. തുടർഭരണം വേണ്ടെന്ന വിവാദ പരാമർശങ്ങൾക്കിടെ കേരള സാഹിത്യ അക്കാദമി ഭരണസമിതിയുടെ കാലാവധി നീട്ടിയിരിക്കുന്നു. മെയ് 31 വരെയാണ് നീട്ടിയിരിക്കുന്നത്. സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റാഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഹീസ് റഷീദ്, സച്ചിദാനന്ദൻ സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ ഭരണ തുടർച്ച ഏകാധിപത്യത്തിലേക്ക് നയിക്കും, മുന്നണികൾ മാറി മാറി വരുന്നതാണ് നല്ലത് എന്ന പ്രസ്താവന ഇടതുപക്ഷത്തെ ചെറുതൊന്നുമല്ല, വല്ലാതെ അങ്കലാപ്പിലാക്കിയിരുന്നു. പക്ഷേ ആ പ്രസ്താവനകളോട് ഇപ്പോൾ സർക്കാർ പ്രതികാര ബുദ്ധിയോടുകൂടിയല്ല പെരുമാറുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പ്രേംകുമാറിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം നീട്ടിക്കൊടുക്കാത്തത് അദ്ദേഹം പരിഭവം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനം ഇപ്പോൾ നീട്ടിക്കൊടുക്കുകയാണ് പ്രസിഡന്റ് സച്ചിദാനന്ദൻ മാഷിന്. എന്താണ് ഇത് നൽകുന്ന സൂചന റഹീസ് റഷീദ്? ഇതിലൂടെ എന്താണ് സർക്കാർ പറയാൻ ശ്രമിക്കുന്നത്? വിമർശിച്ചാലും അത് ഉൾക്കൊണ്ടുകൊണ്ട് കാലാവധി നീട്ടിക്കൊടുക്കുന്ന സർക്കാരാണ് ഇത് എന്ന് പറയാൻ വേണ്ടിയാണോ? അരുൺകുമാർ, കേരള സാഹിത്യ അക്കാദമിയുടെ ഭരണസമിതിയുടെ കാലാവധി ആണ് സംസ്ഥാന സർക്കാർ നീട്ടിയിരിക്കുന്നത്. മാർച്ച് 31 വരെയായിരുന്നു നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി. 2022 അവർ ചുമതലയേറ്റത്. അത് മെയ് 31 വരെ നീട്ടിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറക്കി കഴിഞ്ഞു. ആ ഉത്തരവിന്റെ പകർപ്പാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇതിന് പിന്നിൽ നിരവധി രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കെ സച്ചിദാനന്ദൻ അടക്കമുള്ള ആളുകളെ ഭരണസമിതിയിലേക്ക് ചുമതലയിലേക്ക് കയറ്റിയ ആ സർക്കാർ ഇനി ഭരണത്തിൽ വരരുത്, അടുത്ത തവണ ഭരണ തുടർച്ച ഉണ്ടാകരുത് എന്ന് പറഞ്ഞ സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് സച്ചിദാനന്ദൻ തന്നെ തുടരട്ടെ, സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ സ്വാഭാവികമായും ഈ ഭരണസമിതി കഴിഞ്ഞ് അടുത്ത ഭരണസമിതിയെ നിയോഗിക്കാനുള്ള സാവകാശം സംസ്ഥാന സർക്കാരിന് മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യുന്നില്ല. വലിയ വിമർശനം സർക്കാരിനെതിരെ നടത്തിയെങ്കിൽ പോലും ആ അക്കാദമിയിലെ നിലവിലുള്ള ഭരണസമിതി തുടരട്ടെ എന്ന നയപരമായ തീരുമാനം CPIM-ഉം അത് സർക്കാർ തീരുമാനമായി സാംസ്കാരിക വകുപ്പ് ഉത്തരവായി പുറത്തിറക്കുകയും ചെയ്തു. ഇപ്പൊ പ്രേംകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വാദത്തിന് കൂടുതൽ ബലമേകുന്ന ഒരു കാര്യം കൂടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കാലാവധി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ മാറ്റമാണ് എന്നാണ് സജി ചെറിയാൻ അന്ന് പറഞ്ഞിരുന്നത്. ആ സ്വാഭാവിക മാറ്റം എന്തുകൊണ്ട് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം, ഭരണത്തിലേക്ക് ഈ സർക്കാർ വരരുത് എന്നത് വിമർശനത്തിന്റെ ഏറ്റവും മുകൾ തട്ടിലുള്ള ഒരു വിമർശനമാണ്. അങ്ങനെ വിമർശനം നടത്തിയ സച്ചിദാനന്ദനെ തുടരാൻ അനുവദിച്ച ഒരു സാഹചര്യം പ്രേംകുമാറിന് താൻ മുന്നോട്ട് വെച്ച വിമർശനം ശരിവെക്കുന്നതാണ് എന്ന് പറയുകയും ചെയ്യാം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സ്വാഭാവികമായും വേണമെങ്കിൽ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞു, അടുത്ത ഭരണസമിതി വരട്ടെ എന്ന് തീരുമാനമെടുക്കാം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് കാലാവധി കഴിഞ്ഞത് കൊണ്ട് മാത്രം സച്ചിദാനന്ദൻ മാഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ മാറ്റിയാൽ പോലും രാഷ്ട്രീയ വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടാണ് വിമർശിച്ച ആൾ തന്നെ തുടരട്ടെ. സർക്കാരിന്റെ നിലപാട് വിമർശനത്തിന് അതീതമല്ല. ഓരോ വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ പോസിറ്റീവായി കാണുന്നു എന്ന നിലപാടാണ് MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് മാർച്ച് 31 അവസാനിക്കേണ്ട ഭരണസമിതിയുടെ കാലാവധി 2 മാസം കൂടി നീട്ടി സാംസ്കാരിക വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് കെ സച്ചിദാനന്ദൻ തുടരും. മെയ് 31 വരെ. വിമർശിച്ചാലും പുറത്താക്കില്ല എന്നുള്ളതാണ് നിലപാടെന്ന് പറയുന്നു. പക്ഷേ പ്രേംകുമാറിന്റെ കാര്യത്തിൽ സംഭവിച്ചത് തിരിച്ചാണെന്ന് പ്രേംകുമാറും പറയുന്നു.